ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 4.9 സെന്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് 4 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡ് നമുക്ക് കാണാം. ഇൻ്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ വീടുകളും ഓൾറെഡി ആൾ താമസമുള്ള വീടുകൾ തന്നെയാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന 16 അടിയോളം നീളം വരുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നേരെ അകത്തേക്ക് പ്രവേശിക്കാം. കവേഡോടുകൂടി വരുന്ന ഒരു കാർപോർച്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 2 വലിയ വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഇവിടെയെല്ലാം ടെക്സ്ചർ വർക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇൻഡോർ പ്ലാന്റുകളും കൂടാതെ ഔട്ട്ഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് എല്ലാം കൊടുത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലാം. നേരെ കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഒരു ലിവിംഗ് ഹാൾ ഇവിടെ കാണാൻ കഴിയും. ഡബിൾ ഹൈറ്റോടുകൂടി തന്നെയാണ് ഈ ലിവിംഗ് ഹാളിൻ്റെ നിർമ്മാണം. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന വെട്രിഫൈഡ് വലിപ്പമുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. അത് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും നമുക്ക് ലഭിക്കുന്നു. ഇവിടെ നിന്നും ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ്. ഹാളിലായി ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം നമുക്ക് കാണാം. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകൾ വയ്ക്കാവുന്ന സ്പേസ് എല്ലാം കൊടുത്താണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസൈനോടുകൂടി വരുന്ന രീതിയിലാണ് ആ ഒരു ഓപ്പൺ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പം കിട്ടുന്ന രീതിയിലുള്ള കിച്ചൺ തന്നെയാണ്. ഈ കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിലും സീലിംഗ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കും കാണാം. കൂടാതെ സീലിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ 2 ഭിത്തിയിലും വിൻഡോ കാണാം. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ബാത്റൂം ഇവിടെ ലഭിക്കുന്നു. ജാഗൂറിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. വലിപ്പമുള്ള കബോർഡ് വർക്ക് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് പാർട്ടീഷനോട് കൂടി തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷനും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഹാൻഡ്രലിനായി ടഫൻ ഗ്ലാസും ടീക്ക് വുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം.
വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷനെല്ലാം കൊടുത്താണ് സ്റ്റെയർ കേസ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായൊരു ഹാളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളോടുകൂടി വരുന്ന സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും TV യൂണിറ്റ് നമുക്ക് കാണാം. ലിവിംഗ് ഹാളിൽ കണ്ട ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. അവിടെയായി ഒരു ഷാൻഡിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഹാളിൻ്റെ നിർമ്മാണം. മുകളിലെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വലിപ്പമുള്ള മറ്റൊരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും നമുക്ക് കാണാം. നല്ല മനോഹരമായി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4.9 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.